ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വി വാഷ് പ്ലസിനെ പറ്റിയിട്ട് പറയാനാണ്. ഇതിനെപ്പറ്റി ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വി വാഷ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ ഒന്ന് പോയി നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണണം. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് വായിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ വി വാഷ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. വി വാഷ് എന്ന് പറയുന്നത് സ്ത്രീകൾ അവരുടെ ഒരു ഇൻറ്റിമേറ്റ് ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇൻറ്റിമേറ്റ് ഏരിയ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിന് 3.5 to 4.5 ആണ് അതിൻ്റെ ഒരു pH ലെവൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് ഈ ഒരു വി വാഷ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു pH ലെവൽ, അതായത് നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിലെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടാണ് നമ്മൾ ഈ ഒരു വി വാഷ് പ്ലസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഇതൊരു ലിക്വിഡ് വാഷാണ് ജസ്റ്റ് യൂസ് ചെയ്യുന്നത്. ചിലരൊക്കെ സോപ്പ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സോപ്പ് അധികമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്കിൻ ഭാഗത്ത് ഡ്രൈനെസ് കൂടി ഇച്ചിങ് ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വി വാഷ് എന്ന് പറയുന്ന ഈ ഒരു ലിക്വിഡ് വാഷ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം പറയാനായിട്ട്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ശരി, അവർ കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ പോലെ ചെയ്യാം, അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവുമല്ലോ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് എന്തായാലും അതിനെല്ലാം റിപ്ലൈ കൊടുത്ത് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻറ്റിമേറ്റ് ഏരിയയിലെ ഡാർക്ക്നെസ് മാറുമോ എന്നുള്ളതാണ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഏരിയയിൽ ഡാർക്ക്നെസ് മാറുമെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മാറില്ല. കാരണം വി വാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് ഏരിയ ക്ലീൻ ചെയ്ത് വയ്ക്കാനും അവിടുത്തെ ഒരു pH മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്ന ഒരു ലിക്വിഡ് വാഷ് മാത്രമാണ്. അതിന് നമ്മുടെ ഒരു ഏരിയ വൈറ്റൻ ആക്കാനോ അല്ലെങ്കിൽ ലൈറ്റൻ ആക്കാനോ ഉള്ള ഒരു ശേഷിയില്ല. അഥവാ അങ്ങനെ ഒരു ഡാർക്ക്നെസ് ഉണ്ട് എന്നെങ്കിൽ കൂടി നമ്മൾ ഒന്നുകിൽ പല കാരണങ്ങളുണ്ടാവാം. ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ടൈറ്റായിട്ടുള്ള ഇന്നർവേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഉണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു കെയർ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എന്നൊക്കെ കൊണ്ടും ആയിരിക്കാം. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ആയിരിക്കാം ഈ ഒരു ഡാർക്ക്നെസ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ബ്രീത്തബിൾ ആയിട്ടുള്ള കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ്സ് ധരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സൊക്കെ കാണും. നമ്മൾ അതും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുകയോ അതും ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ തടയാൻ സഹായിക്കുമോ എന്നതാണ്. ഇത് ഇൻഫെക്ഷൻ തടയാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. ഇതെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയുടെ pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അഥവാ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഇൻഫെക്ഷൻസോ ചൊറിച്ചിലോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കരുത്. നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അഥവാ ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഇച്ചിങ്ങോ കാര്യങ്ങളോ ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക, വെച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷം ആർക്കും അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇത് ആ ഒരു പ്രശ്നത്തെ അകറ്റാനുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഡെയിലി യൂസ് ചെയ്യാമോ എന്നാണ്. ഇത് ഡെയിലി യൂസ് ചെയ്യാം, പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. അതായത് ഇപ്പം ദിവസത്തിലാണെങ്കിൽ നമുക്ക് ഒരു കൂടിപ്പോയാൽ ഒരു 2 തവണ അത്രയൊക്കെ മതി. 1 or 2 തവണ മാത്രം യൂസ് ചെയ്താൽ മതി. ഇതിന് ഓവർ യൂസ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രൈനെസ്സിന് കാരണമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട കുറച്ച് സമയങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ കുളി കഴിഞ്ഞതിന് ശേഷം. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ട്രാവൽ കഴിഞ്ഞതിന് ശേഷം. അതായത് നമ്മൾ ട്രാവലൊക്കെ ചെയ്തിട്ട് നല്ല ക്ഷീണിച്ച് വരുന്നുണ്ടെങ്കിൽ അപ്പോഴേ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം. നമ്മുടെ മെൻസ്ട്രൽ സൈക്കിള് നടക്കുന്ന ഒരു ടൈം, നമുക്ക് പീരിയഡ്സ് ആണെങ്കിൽ അപ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പല സമയങ്ങളിലും നമുക്കിത് യൂസ് ചെയ്യാം. ഒരു ദിവസം 1 അല്ലെങ്കിൽ 2 അതിൽ കൂടുതൽ യൂസ് ചെയ്യേണ്ട. നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ സെൻസിറ്റീവ് ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ ആ ഭാഗം കൂടുതൽ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. 1 or 2 തവണയിൽ കൂടുതൽ യൂസ് ചെയ്യരുത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യോനി ഭാഗത്ത് ചൊറിച്ചിൽ മാറുമോ എന്നുള്ളതാണ്. ഈ ഒരു ഇച്ചിങ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്, നിങ്ങളൊരു നല്ല ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദുർഗന്ധം മാറുമോ എന്നാണ്. ദുർഗന്ധം ഒരു പരിധിവരെ മാറും, കാരണം ഇതിൽ ഒരു മൈൽഡായിട്ടുള്ള ഒരു സ്മെല്ലാണ്.
നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തെ സ്വെറ്റ് കാര്യങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ ഈ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡും ടീ ട്രീ ഓയിലും ടീ ബാക്ടോൺ ഓയിലും ഒക്കെയാണ്. ഇതൊക്കെ തന്നെ ആ ഒരു ദുർഗന്ധ കാര്യങ്ങളൊക്കെ മാറ്റി ബാക്ടീരിയയുടെ ഗ്രോത്തൊക്കെ കുറച്ച് നമ്മുടെ ഒരു ഡേ തന്നെ ഫുള്ളായിട്ട് ഫ്രഷ് ആയിട്ട് വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂറിനേഷന് ശേഷം യൂസ് ചെയ്യാമോ എന്നാണ്. യൂറിനേഷന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 കൂടുതൽ തവണ യൂസ് ചെയ്യാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹോട്ട് വാട്ടറിൽ മിക്സാക്കിയാണോ യൂസ് ചെയ്യേണ്ടത്, ഹോട്ട് വാട്ടർ വെച്ചിട്ടാണോ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഹോട്ട് വാട്ടർ ഒന്നും യൂസ് ചെയ്യേണ്ട, നമ്മൾ നല്ല വാം വാട്ടർ യൂസ് ചെയ്യണം. നല്ല തണുത്ത വെള്ളത്തിൽ നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി ഇത് യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇൻറ്റിമേറ്റ് ഏരിയ നന്നായിട്ട് വെറ്റ് ചെയ്യുക, നന്നായിട്ട് നനയ്ക്കുക. അടുത്തത് ഒരു 2-3 ഡ്രോപ്സ് ഈ ഒരു വി വാഷ് പ്ലസ് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് ഏരിയയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10 സെക്കൻഡ്സ് ഒക്കെ മതിയാകും. അതിനുശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ഓഫ് ചെയ്ത് കളയും. ഇത്രയേ ഉള്ളൂ. ഓൺലി എക്സ്റ്റേണൽ യൂസ് എന്ന് പറയുന്നുണ്ട്, പുറമേ മാത്രം നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അതിനുശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. കോട്ടൺ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ആ ഒരു നനവൊന്ന് മാറ്റുക. കാരണം നനവിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂപ്പൽ ബാധ, അണുബാധ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു നനവെല്ലാം ഒന്ന് ടവലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മാറ്റുക. അടുത്ത ക്വസ്റ്റ്യനാണ്, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാമോ എന്നുള്ളത്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്തത് മെനോപസ് ആയതിനു ശേഷം യൂസ് ചെയ്യാമോ, അതായത് ഈ പീരിയഡ്സ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആയതിനു ശേഷം നമുക്ക് യൂസ് ചെയ്യാമോ എന്നുള്ളത്. അപ്പോഴേ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് കുട്ടികൾക്ക് യൂസ് ചെയ്യാമോ എന്നുള്ളത്. 12 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് യൂസ് ചെയ്യാം. അതായത് ഒരു പീരിയഡ്സ് ആ ഒരു മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ടായിട്ടുള്ളവർക്ക് തൊട്ട് അങ്ങോട്ട് യൂസ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ബോയ്സിന് യൂസ് ചെയ്യാമെന്നുള്ളത്. അതിന് അല്ലാതെ കളിയാക്കി ചോദിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ബോയ്സിന് യൂസ് ചെയ്തുകൂടാ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ബോയ്സിൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഏരിയയിൽ pH എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ബോയ്സിൻ്റെ pH എന്ന് പറയുന്നത് 5.5 to 6.5 ആണ്. അതുകൊണ്ട് തന്നെ ബോയ്സിന് വേറെ രീതിയിലുള്ള, അതായത് വേറെ ഇതുപോലുള്ള ഇൻറ്റിമേറ്റ് ഏരിയ വാഷിംഗ് സൊല്യൂഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നോക്കാം. പക്ഷേ ഈ വി വാഷ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയധികം ക്വസ്റ്റ്യൻസാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.